ആർ.ഡി വ്ലോഗ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കർക്കിടക കഞ്ഞിക്കൂട്ടാണ്. ഞാനിത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. ഇതിനകത്ത് നമുക്ക് 2 സെറ്റാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് ലീഫ് ആൻഡ് റിലീഫ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതൊരു തൃശ്ശൂർ ബേസ്ഡ് കമ്പനിയാണ്. അവർക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വായിക്കാൻ പറ്റും, ഒരുപാട് ഐറ്റംസ് അവർ ആഡ് ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാം പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കുന്ന വിധവും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇൻസ്റ്റൻ്റായിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്ന ടൈപ്പ് ഒരു കിറ്റാണ്. ഇതിങ്ങനെ ഈക്വലായിട്ട് 7 ഈക്വൽ എണ്ണമായിട്ട് ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ അവർ പാക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇത് നവരേലിയാണ്. നവരേലി ഒരു പാക്കറ്റിനകത്തുണ്ട്. പിന്നെ ഒരു പാക്കറ്റിനകത്ത് ഉലുവ, ആശാളി, ഈ സാധനങ്ങൾ രണ്ടും കൂടി ഒരു പാക്കറ്റിലും, പിന്നെ ഒരു പ്രത്യേക ഒരു പാക്കറ്റിൽ ഒരു സാഷേ പോലെ അവരുടെ ചൂർണവും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി കഴുകി വേവിക്കണം. ഞാനിപ്പോൾ 2 സെറ്റ് എടുത്തിട്ടുണ്ട്. അരി കഴുകി ഞാൻ വേവിച്ചൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് കുക്കറിനകത്ത് നമുക്ക് ഉലുവയും ആശാളിയും കൂടെ ഒന്ന് വേവിക്കണം. അവർ പറയുന്നത് തിളച്ച കഞ്ഞിയിലോട്ട് അങ്ങ് ഇട്ടാൽ മതി എന്നാണ്, പക്ഷേ പകുതി വേവാകുമ്പോൾ അങ്ങ് ഇട്ടാൽ മതി എന്നാണ്. അപ്പം ഞാനിത് കുക്കറിലിട്ട് വേവിച്ചപ്പം അരി നല്ലതുപോലെ വെന്തു. അത് കാരണം ഞാൻ ഈ ആശാളിയും ഉലുവയും കൂടെ പ്രത്യേകം ഇട്ട് വേവിച്ച് അത് ഒന്ന് തണുത്തപ്പോഴത്തേക്ക് ഞാൻ മാറ്റിയിട്ട് ആ ചെറിയ ചൂടോടെ ഈ ചൂർണം അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, പാല് ചേർക്കാനാണ് അവർ പറയുന്നത്, തേങ്ങ പിഴിഞ്ഞ് ചേർക്കാനാണ്. പക്ഷേ ഞാനത് തേങ്ങ നല്ലതുപോലെ അങ്ങ് അരച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ശർക്കരയോ കരിപ്പട്ടിയോ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മുടെ നെയ്ക്കകത്ത് കൊച്ചുള്ളി അരിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് വഴട്ടി നമുക്കിതിനകത്ത് വേണേൽ ചേർക്കാം. പക്ഷെ ഞാനത് ചേർത്തില്ല. പകരം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് കരിപ്പട്ടി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ഇളക്കി ഒരു മധുരവും കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. അപ്പോൾ അവരുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി കിട്ടും. അടിപൊളി ഒരു കഞ്ഞിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന് മുൻപ് ഞാൻ കഴിച്ചിട്ടുള്ള ബ്രാൻഡുകളെക്കാട്ടിലൊക്കെ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ബ്രാൻഡിനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കൊണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് വിചാരിക്കരുത്. എൻ്റെ സ്വന്തം പൈസയ്ക്ക് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.